ഹായ് ഓൾ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെനീഷ്യൻ സ്കൂൾ ഓഫ് തോട്ടിന്റെ സേലിയൻ ഫീച്ചേഴ്സ് ആണ്. അല്ലെങ്കിൽ എന്താണ് കെനീഷ്യൻ എക്കണോമിക്സ്, ഈ കെനീഷ്യൻ എക്കണോമിക്സിന്റെ മേജർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സുകളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ജനറൽ ആയിട്ട് എങ്ങനെയാണ് ഈ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ടിൽ നിന്ന് കെനീഷ്യൻ സ്കൂൾ ഓഫ് തോട്ടിലേക്ക് ഉണ്ടാകുന്ന ആ ഒരു ട്രാൻസിഷൻ എങ്ങനെയാണെന്ന് കാണാം. നമുക്കറിയാം ക്ലാസിക്കൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത് ഒരു സപ്ലൈ സൈഡ് എക്കണോമിക്സിലാണ്, അല്ലെങ്കിൽ സെയിൽസ് ലോ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയോളജീസ് ആയിരുന്നു നമ്മൾ ക്ലാസിക്കൽ തിയറിയിൽ കൂടുതലും ഒരു സപ്ലൈ സൈഡ് ആയിരുന്നു. നമ്മൾ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ടിന്റെ ഫീച്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോയിലായിട്ട് നിങ്ങൾ കടക്കുക. അപ്പൊ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു സപ്ലൈ സൈഡിനെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡിമാൻഡ് സൈഡിന് കാര്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ക്ലാസിക്കൽ സ്കൂൾസിൽ കൊടുത്തിരുന്നില്ല. അപ്പൊ ഈ സെയിൽസ് ലോ ഫൗണ്ടേഷൻ ആയിട്ടുകൊണ്ടാണ് ക്ലാസിക്കൽ തിയറിയുടെ എവല്യൂഷൻ അല്ലെങ്കിൽ ക്ലാസിക്കൽ തിയറിയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസിക്കൽ സ്കൂൾസ് ഡിസ്കസ് ചെയ്യുമ്പോൾ കണ്ടൊരു മറ്റൊരു കാര്യമാണ് പ്രൈസും വേജസും എന്താണ് ഫ്ലെക്സിബിൾ ആണെന്നാ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഫ്ലെക്സിബിലിറ്റി ഓഫ് പ്രൈസ് വേജസ് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു? മാർക്കറ്റ് ഓൾവേസ് ഇക്വിലിബ്രിയം എത്താൻ അത് സഹായിക്കുന്നു. അപ്പം മാർക്കറ്റിൽ എല്ലായ്പ്പോഴും ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം ആണ്. അതുപോലെ തന്നെ മാർക്കറ്റിൽ ഒരിക്കലും ഓവർ പ്രൊഡക്ഷനോ അണ്ടർ പ്രൊഡക്ഷനോ നടക്കുന്നില്ല. അതിനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് ഈ പ്രൈസും വേജസും എന്താണ് ഫ്ലെക്സിബിൾ ആയതുകൊണ്ടാണ്. അപ്പം ഈ പറയുന്ന സപ്ലൈ സൈഡ് ഫാക്ടേഴ്സും ഈ പ്രൈസസിന്റെയും വേജസിന്റെയും ഫ്ലെക്സിബിലിറ്റിയും ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം ആയിരുന്നു ക്ലാസിക്കൽസിന്റെ മേജർ ഫീച്ചേഴ്സ് ആയിട്ട് പറയാം. അപ്പം ഈ ഒരു ഐഡിയോളജി വെച്ചുകൊണ്ട് ഈ ക്ലാസിക്കൽസ് ബിൽഡ് ചെയ്ത പല തിയറീസും 1930s ഫെയിൽ ചെയ്യാണ് ഉണ്ടായത്. ഗ്രേറ്റ് ഡിപ്രഷനോട് കൂടെ അവിടെ എന്താണ് ഈ ഒരുപാട് സപ്ലൈ ആയിരുന്നു. സെയിൽസ് ലോയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്നായിരുന്നു. പക്ഷെ ഈ ഗ്രേറ്റ് ഡിപ്രഷന്റെ സമയത്ത് 1930s എക്കോണമിയിൽ ആവശ്യത്തിൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്ത് അതിന് ഡിമാൻഡ് ഇല്ലാതെയായിരുന്നു. അപ്പം 1930s ഈ ഗ്രേറ്റ് ഡിപ്രഷൻ ആണ് കെനീഷ്യൻ സ്കൂൾ ഓഫ് തോട്ട്സ് അല്ലെങ്കിൽ കെനീഷ്യൻ ഐഡിയാസിലേക്ക് മൂവ് ചെയ്യാൻ കാരണമാകുന്നത്. അപ്പം ഈ 1930s ഗ്രേറ്റ് ഡിപ്രഷന്റെ ഭാഗമായിട്ട് അവിടെ ഒരു റിയലൈസേഷൻ ഉണ്ടായി. നമ്മൾ ക്ലാസിക്കൽ തിയറീസിൽ അല്ലെങ്കിൽ കറന്റ് ഓർത്തഡോക്സ് എക്കണോമിക്സ് ആയിട്ട് കറന്റ് എക്സിസ്റ്റ് ചെയ്യുന്ന ക്ലാസിക്കൽ സ്കൂളിന്റെ പല ഐഡിയാസും തെറ്റാണ്. കാരണം സപ്ലൈ സൈഡ് മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഡിമാൻഡ് സൈഡിനും ഫോക്കസ് കൊടുക്കണം എന്നുള്ള ആ ഒരു റിയലൈസേഷൻ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് ജോൺ മെനാർഡ് കെയ്ൻസ് എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് ഒരു പുതിയ എക്കണോമിക് തിയറി ആയിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പൊ ഈ ജോൺ മെനാർഡ് കെയ്ൻസിന്റെ ഐഡിയാസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കെനീഷ്യൻ സ്കൂൾ ഓഫ് തോട്ട് എന്ന് വിളിക്കുന്നത്. അപ്പം ജോൺ മെനാർഡ് കെയ്ൻസ് ജീവിച്ചിരുന്നത് 1883 മുതൽ 1946 വരെയാണ്. അപ്പൊ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കാണേണ്ട 1936 ഈ ജോൺ മെനാർഡ് കെയ്ൻസ് പബ്ലിഷ് ചെയ്ത ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ വർക്കിലൂടെയാണ് കെയ്ൻസ് ഈ കെനീഷ്യൻ സ്കൂൾ ഓഫ് തോട്ട്സിന്റെ മേജർ ഐഡിയാസ് എല്ലാം തരുന്നത്. അപ്പൊ ക്ലാസിക്കൽ സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട്സിനെ വളരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ എക്കണോമിക് തിയറി ബിൽഡ് ചെയ്യുകയാണ് കെയ്ൻസ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ പറയുന്ന കെനീഷ്യൻ സ്കൂൾ ഓഫ് തോട്ട്സിന്റെ മേജർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് നമുക്ക് ഇനി കാണേണ്ടത്. അതിനു മുമ്പ് നമ്മൾ കെയ്ൻസിനെ കുറിച്ച് ജോൺ മെനാർഡ് കെയ്ൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം ഒരു ഏർലി കരിയറിൽ കെയ്ൻസ് ഒരു ബ്രിട്ടീഷ് സിവിൽ സെർവന്റ് ആയിരുന്നു. ദെൻ അതിനുശേഷം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ചിട്ടുണ്ട്. ദെൻ അതിനുശേഷം ബ്രിട്ടീഷ് ട്രഷറിയിൽ വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ കെയ്ൻസിന്റെ ഏറ്റവും വലിയ ഫീച്ചർ അല്ലെങ്കിൽ കെയ്ൻസിന്റെ ഏറ്റവും വലിയ ഐഡിയ എന്ന് പറയുന്നത് ഗവൺമെന്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള എക്കണോമിക് തിയറിക്കായിരുന്നു. നമ്മൾ ക്ലാസിക്കൽ തിയറിയിൽ നമ്മൾ എപ്പോഴും പറയുന്നു ലേസേഴ്സ് ഫെയർ പോളിസി ആയിരുന്നു കൂടുതലും അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ജനറൽ തിയറിയിൽ കെയ്ൻസ് പറയുന്നത് എക്കോണമി എല്ലായ്പ്പോഴും ഫുൾ എംപ്ലോയ്മെന്റിൽ ആയിരിക്കത്തില്ല. എക്കോണമി എന്താണ്? അൺസ്റ്റേബിൾ ആണ് നാച്ചുറലി, അല്ലെങ്കിൽ അവിടെ അൺഎംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം ആണ് നാച്ചുറലി ഉള്ളത്. ഇതിനെ ഫുൾ എംപ്ലോയ്മെന്റിൽ എത്തിക്കണമെങ്കിൽ ഗവൺമെന്റിന്റെ ഇൻഫ്ലുവൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗവൺമെന്റ് ഇടപെട്ടാൽ മാത്രമേ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റൂ? ഒരു ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ എക്കണോമിക് ടർമോയിൽ അല്ലെങ്കിൽ എക്കണോമിക് അൺസ്റ്റെബിലിറ്റിയുടെ സമയത്ത് ഗവൺമെന്റിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് എക്കോണമിയിലുണ്ട്. അപ്പം ഗവൺമെന്റിന്റെ ആ റോളിനെ മനസ്സിലാക്കി ഗവൺമെന്റ് ആക്ഷൻസ് എടുത്താൽ മാത്രമാണ് എക്കോണമിക്ക് ഫുൾ എംപ്ലോയ്മെന്റിലേക്ക് ലീഡ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയും. ഇതുപോലെ തന്നെ കെയ്ൻസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒന്നാണ്
1944 ബ്രിട്ടൺ വുഡ് അക്രോഡ്, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ വേൾഡ് ബാങ്കും അതുപോലെ തന്നെ IMF-ഉം ഉണ്ടാകുന്ന ആ ഒരു ബ്രിട്ടൺ വുഡ് അക്രോഡിന്റെ മേജർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ബ്രിട്ടൺ വുഡ് കോൺഫറൻസിലെ മേജർ ആയിട്ടുള്ള ഒരു ഫിഗർ ആയിരുന്നു കെയ്ൻസ് എന്ന് പറയുന്നത്. അപ്പൊ കെയ്ൻസ് ഇവിടെ നമുക്ക് ഒരു ഇന്റർനാഷണൽ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഈ അക്രോഡ് കാണാൻ പറ്റും. പക്ഷെ അത് അമേരിക്ക അക്സെപ്റ്റ് ചെയ്യാതുകൊണ്ട് അത് ഉണ്ടായില്ല. അപ്പൊ ഇതിന്റെയൊക്കെ പുറകിലെ ഉണ്ടായിരുന്ന വളരെ മാസ്റ്റർ മൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു കെയ്ൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ കെയ്ൻസിനെ കുറിച്ച് ജനറൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കും. ഇതിന് ശേഷം നമ്മൾ മേജർ ഫീച്ചേഴ്സ് കണ്ടിട്ട് നമുക്ക് എന്തിലേക്ക് വരുന്നത് കഴിഞ്ഞാൽ കെയ്ൻസിന്റെ മേജർ ആയിട്ടുള്ള വർക്കുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, കെനീഷ്യൻ സ്കൂളിലേക്ക് നമ്മൾ വരുമ്പം നമ്മൾ ക്ലാസിക്കൽസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അത് ഞാൻ പറഞ്ഞു, ക്ലാസിക്കൽസ് സപ്ലൈ സൈഡ് ഫോക്കസ് ചെയ്യുന്ന സ്കൂൾ ഓഫ് തോട്ട് ആയിരുന്നു. അവിടെ പ്രൈസും വേജസും എന്താണ്, ഫ്ലെക്സിബിൾ ആയിട്ടാണ്. ഈ പ്രൈസ് വേജസ് ഫ്ലെക്സിബിലിറ്റി ആണ് മാർക്കറ്റ് ഇക്ലിബ്രിയത്തിലേക്ക് ലീഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഫുൾ എംപ്ലോയ്മെന്റ് ഇക്ലിബ്രിയത്തിലേക്ക് ലീഡ് ചെയ്യാന്നാണ് ക്ലാസിക്കൽസ് പറഞ്ഞിരുന്നത്. ഇപ്പൊ കെനീഷ്യൻ സ്കൂൾ ഓഫ് തോട്ട്സിലേക്ക് വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഗ്രേറ്റ് ഡിപ്രഷന്റെ ഭാഗമായിട്ട് ഈ ക്ലാസിക്കൽസിന്റെ ഈ ഐഡിയാസിനുണ്ടായ ഫെയിലിയർ ആണ് കെനീഷ്യൻ സ്കൂളിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ കെനീഷ്യൻ സ്കൂൾ ഓഫ് തോട്ടിലേക്ക് വരുന്നത്. അപ്പൊ കെയ്ൻസിന്റെ ഐഡിയ വെച്ച് എന്താണ്, ഒരു എക്കോണമി നാച്ചുറലി എന്താണ്, അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അവിടെ ഒരു ആക്റ്റീവ് റോള് ഗവൺമെന്റ് ഒരു ആക്റ്റീവ് റോൾ അവിടെ ഉണ്ട്. അപ്പൊ ഗവൺമെന്റിന് എന്താണ്, ഗവൺമെന്റ് ഇന്റർവെൻഷനിലൂടെ മാത്രമാണ് ഒരു എക്കോണമിനെ ഫുൾ എംപ്ലോയ്മെന്റിലേക്ക് എത്തിക്കാൻ സാധിക്കൂ. അതുപോലെ തന്നെ സപ്ലൈക്ക് മാത്രമല്ല, ഡിമാൻഡ് സൈഡ് ഫോക്കസ് ആണ്. ഡിമാൻഡിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് സപ്ലൈനേക്കാളും. അതുപോലെ തന്നെ എന്താണ്, വേജസും പ്രൈസസും എല്ലായ്പ്പോഴും ഫ്ലെക്സിബിൾ അല്ല. അവിടെ ഈ റിജിഡിറ്റി നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഐഡിയാസ് ആണ് കെനീഷ്യന്റെ മേജർ ആയിട്ടുള്ള ഐഡിയാസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയുമാണ് ഒരു ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് നിങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. എന്താണ് കെനീഷ്യൻ സ്കൂൾ, എങ്ങനെയാണ് കെനീഷ്യൻ സ്കൂളിലേക്ക് വന്നത്. അപ്പൊ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഈ കെനീഷ്യൻ സ്കൂള് ക്ലാസിക്കൽസിനെ അറ്റാക്ക് ചെയ്ത മേജർ ആയിട്ടുള്ള പോയിന്റ്, എന്തൊക്കെ പോയിന്റ് ഓഫ് വ്യൂലാണ് ക്ലാസിക്കൽസിന്റെ ഐഡിയനെ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, അണ്ടർ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം, നോട്ട് ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം. അപ്പം കെനീഷ്യൻ ഐഡിയ അനുസരിച്ച് എക്കോണമി എന്താണ്, അണ്ടർ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം ആണ് അവിടെ ഉള്ളത്, അല്ലാതെ ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം അല്ല. ക്ലാസിക്കൽസ് ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം ആണ് എന്ത് ചെയ്തത്, പ്രൊപ്പോണ്ട് ചെയ്തത്. ദെൻ റെഫ്യൂട്ടേഷൻ ഓഫ് സെയ്സ് ലോ സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ എന്ന് പറയുന്ന ആ ഒരു സെയ്സ് ലോനെ കെയ്ൻസ് കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്തു. കെയ്ൻസ് പറഞ്ഞു സപ്ലൈ എല്ലായ്പ്പോഴും ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യണമെന്നില്ല, നിങ്ങൾ ഡിമാൻഡിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, സപ്ലൈനെ അല്ല. ദെൻ സെൽഫ് അഡ്ജസ്റ്റ്മെന്റ് നോട്ട് പോസിബിൾ. എക്കോണമിയിൽ എല്ലായ്പ്പോഴും ഡിമാൻഡ് സപ്ലൈയും സെൽഫ് അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. അവിടെ ഉണ്ടാകുന്ന ഓവർ പ്രൊഡക്ഷൻ അണ്ടർ പ്രൊഡക്ഷനെ കറക്റ്റ് ചെയ്യേണ്ടത് ഗവൺമെന്റ് ആണ്, ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണുള്ളത്. അതുപോലെ തന്നെ ക്രിട്ടിസൈസ് ദ അസംഷൻ ഓഫ് ലേസേഴ്സ് ഫെയർ, അതായത് ഗവൺമെന്റിന് ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ലേസേഴ്സ് ഫെയർ പോളിസിയാണ് ക്ലാസിക്കൽസ് പറഞ്ഞത്. അതിനെ കെയ്ൻസ് കംപ്ലീറ്റ്ലി ക്രിട്ടിസൈസ് ചെയ്തു. ഗവൺമെന്റിന് അവിടെ വളരെ ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. ദെൻ റിജക്ട് സ്റ്റാറ്റിക് അനാലിസിസ് ഓഫ് ക്ലാസിക്കൽസ്. അപ്പൊ ക്ലാസിക്കൽസ് ഒരു പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഒരു ഇക്വിലിബ്രിയം പോയിന്റിനെ കുറിച്ച് മാത്രമാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. കെയ്ൻസ് പറയുന്നത് സ്റ്റാറ്റിക് മാത്രമല്ല, ഡൈനാമിക് അനാലിസിസും ഇമ്പോർട്ടന്റ് ആണ്. ടൈം പീരീഡിലെ ടൈം ചേഞ്ചസിനെ നിങ്ങൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ദെൻ റിജക്ഷൻ ഓഫ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി. നമ്മൾ ഫിഷർ എന്താണ് MV=PT എന്ന് പറയുന്ന ക്വാണ്ടിറ്റി തിയറിനെ, അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ അപ്രോച്ചിനെയും ക്യാഷ് ബാലൻസ് അപ്രോച്ചിനെയും കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്തുകൊണ്ട് ഒരു ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി കെയ്ൻസ് തരികയുണ്ടായിരുന്നു. ആ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറിയിൽ നമ്മുടെ ലിക്വിഡിറ്റി മോട്ടീവ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ദെൻ മണി നോട്ട് ന്യൂട്രൽ, മണി ഈസ് നോട്ട് ന്യൂട്രൽ. അതായത് നമുക്ക് ക്ലാസിക്കൽസിന്റെ ഫീച്ചേഴ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് എന്താണ്, മണി ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരിക്കലും മണി എന്തിനെ, റിയൽ വേരിയബിൾസിനെ അഫക്ട് ചെയ്യില്ലെന്നുള്ളതായിരുന്നു ക്ലാസിക്കൽസ് പറഞ്ഞത്. പക്ഷെ കെയ്ൻസ് പറയുന്നത് അങ്ങനെയല്ല. മണി എന്താണ്, ഈ പറയുന്ന റിയൽ വേരിയബിൾസിനെ അഫക്ട് ചെയ്യും. നമ്മളത് കാണും. നമ്മൾ ഡിമാൻഡ് ഫോർ മണി ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അത് കാണാം. അതായത് മണി സപ്ലൈയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻട്രസ്റ്റ് റേറ്റിനെ അഫക്ട് ചെയ്യും. ഈ ഇൻട്രസ്റ്റ് റേറ്റിലൂടെ എന്താണ്, ഇൻവെസ്റ്റ്മെന്റിനെയും ഔട്ട്പുട്ടിനെയും എക്കോണമിയിൽ മണി അഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മണി എന്തല്ല, ന്യൂട്രൽ അല്ല. മണി ന്യൂട്രാലിറ്റിനെ റിജക്ട് ചെയ്തു കെയ്ൻസ്. മണി ന്യൂട്രാലിറ്റി ആക്ച്വലി എവിടെയുള്ളതാണ്, ക്ലാസിക്കൽസിലുള്ള ഐഡിയ ആണ്. ദെൻ അതുപോലെ തന്നെ നോ ഡയറക്റ്റ് ആൻഡ് പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മണി ആൻഡ് റിയൽ വേജ്. അപ്പൊ മണി വേജും റിയൽ വേജും തമ്മിൽ ഡിഫറൻസ് ഇല്ല. മണി വേജ് എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വലി നമുക്ക് കിട്ടുന്ന മണിയാണ്. റിയൽ വേജ് എന്ന് പറയുന്നത് അതിന്റെ പർച്ചേസിംഗ് കപ്പാസിറ്റിയാണ്. അപ്പൊ ഇത് തമ്മിൽ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഇല്ല. ഇത് രണ്ടും രണ്ടാണ്. അപ്പൊ ഇതിനെ രണ്ടിനെ നിങ്ങൾ സെപ്പറേറ്റ്ലി കൺസിഡർ ചെയ്യണം. ലോങ് ടേം അനാലിസിസ് അൺറിയലിസ്റ്റിക്, ഇൻ ദ ലോങ് ടേം വി ഓൾ ആർ ഡെഡ്. കെയ്ൻസിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോട്ടാണ് ഇൻ ലോങ് ടേം വി ഓൾ ആർ ഡെഡ് എന്ന് പറയുന്നത്.
അപ്പൊ ക്ലാസിക്കൽസിന്റെ ഐഡിയയിൽ എന്താണ്, ലോങ് ടേം പെർസ്പെക്റ്റീവിലാണ് അവളെ എക്കണോമിക് തിയറീസിനെ പ്രൊപ്പോണ്ട് ചെയ്തത്. ഷോർട്ട് ടൈമിന് കാര്യമായിട്ടുള്ള പ്രാധാന്യം ക്ലാസിക്കൽസ് കൊടുത്തിരുന്നില്ല. കെയ്ൻസ് പറയുന്ന ലോങ് ടേമിൽ നമ്മളെല്ലാവരും ചത്തുപോകും, അല്ലെങ്കിൽ മരിച്ചു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട, ലോങ് റണ്ണിനെ കുറിച്ചല്ല കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഷോർട്ട് റണ്ണിനെ കുറിച്ചാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഷോർട്ട് റൺ അനാലിസിസ് ആണ് കെയ്ൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ലോങ് റണ്ണിലല്ല. അപ്പം ഇത്രയും 10 കാര്യങ്ങൾക്കാണ് കെയ്ൻസ് ക്ലാസിക്കൽസിനെ ഡയറക്ട്ലി അറ്റാക്ക് ചെയ്യുന്നത്. വളരെ ബ്രൂട്ടൽ ആയിട്ടാണ് കെയ്ൻസ് ക്ലാസിക്കൽസിന്റെ ഈ ഐഡിയാസിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് മേജർ ആയിട്ടുള്ള കെനീഷ്യൻ എക്കണോമിക്സിന് അല്ലെങ്കിൽ കെനീഷ്യൻ സ്കൂൾ ഓഫ് തോട്ട്സിന്റെ മേജർ ഫീച്ചേഴ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞതനുസരിച്ച് എന്താണ്, ഡിമാൻഡ് ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ സപ്ലൈ ആണ്, അല്ലാതെ സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്നല്ല. നമ്മൾ ക്ലാസിക്കൽ സ്കൂളിലാണ് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത്. പക്ഷെ കെയ്ൻസ് പറയുന്നത് എന്താണ്, ഡിമാൻഡ് ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ സപ്ലൈ എന്നാണ്. ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദി ക്ലാസിക്കൽ വ്യൂ, കെയ്ൻസ് പ്രപ്പോസ് ദാറ്റ് ഡിമാൻഡ് ഫോർ എ പ്രൊഡക്റ്റ് encourage producers to come up with the product demanded. If there is ideal capacity in the economy, output will increase if aggregate demand increase. അപ്പോൾ ഒരു എക്കോണമിയിൽ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എന്തായിരിക്കും, ആ ഡിമാൻഡ് ഉള്ള പ്രൊഡക്റ്റുമായിട്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് ആണ് സപ്ലൈ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലാതെ സപ്ലൈ അല്ല ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഡിമാൻഡിനാണ് ഇവിടെ കെയ്നീഷ്യൻ സ്കൂളിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ rigidity in price and wages. Prices and wages are not flexible as suggested by the classical economics. Supplies have monopoly power. Perfectly competitive market do not exist. As we receive our wages and salaries in nominal terms, we resist downward movement in the wages and salaries. There are several contracts which do not allow immediate revision of price and wages. Moreover, adjustment in price and wages rate are staggered over a period of time. Adjustment are not instantaneous. അപ്പം ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടാമതാണ് പ്രൈസ് വേജ് റിജിഡിറ്റീസ്. ക്ലാസിക്കൽ സ്കൂൾസിൽ പറഞ്ഞ എന്താ, പ്രൈസസും വേജസും എല്ലായ്പ്പോഴും ഫ്ലെക്സിബിൾ ആണ്. ഈ ഫ്ലെക്സിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ലേബർ മാർക്കറ്റിലും ഗുഡ്സ് മാർക്കറ്റിലുമുള്ള ഈ ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം ഉണ്ടാകുന്നത്. പക്ഷെ കെയ്ൻസ് പറയുന്നത് അങ്ങനെയല്ല. ലേബർ മാർക്കറ്റിൽ എന്താണ്, നമുക്ക് പല രീതിയിലുള്ള കോൺട്രാക്റ്റുകളും പല രീതിയിലുള്ള കമ്മിറ്റ്മെന്റ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി ഒരു രീതിയിലും വേജസിനെയോ പ്രൈസസിനെയോ ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റില്ല. നമ്മൾ ഒരു കാലഘട്ടത്തിലേക്ക് എന്തായിരിക്കും, ഈ വേജസ് ഏകദേശം സെയിം ആയിരിക്കും. അപ്പം ഈ ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ്, അവിടെ എല്ലായ്പ്പോഴും ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് വേജസും പ്രൈസസും എന്താണ്, ഫിക്സഡ് ആണ് അല്ലെങ്കിൽ റിജിഡ് ആണ്. നമുക്ക് ഒരു ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ഇതിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ ക്ലാസിക്കൽസ് പറയുന്ന വേജസും പ്രൈസസും എന്താണ്, ഫ്ലെക്സിബിൾ ആണെന്നുള്ളതാണ്. ദെൻ മൂന്നാമത്തെ, അൺഎംപ്ലോയ്മെന്റ് ഇൻ ദി എക്കോണമി. Classical economics ruled out the possibility of unemployment in the economy. According to Keynes, unemployment is normal for an economy. Periodic fluctuations in the unemployment can be neutralized by the government intervention. അപ്പം ക്ലാസിക്കൽസ് കംപ്ലീറ്റ്ലി അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനെ റിജക്ട് ചെയ്ത്, എക്കോണമിയിൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായില്ല, ഓൾവേസ് എന്തായിരിക്കും, സെൽഫ് കറക്റ്റ് ചെയ്ത് ഫുൾ എംപ്ലോയ്മെന്റിലേക്ക് മൂവ് ചെയ്യുന്ന പറയുന്നത്. പക്ഷെ കെയ്ൻസ് പറയുന്നത് എന്താണ്, അൺഎംപ്ലോയ്മെന്റ് എക്കോണമിയിൽ ഉണ്ട്, അതാണ് നോർമൽ ആയിട്ട് ഉണ്ടാകുന്നത്. അവിടെ പീരിയോഡിക് ആയിട്ടുള്ള ചേഞ്ചിനെ നോർമലൈസ് ചെയ്യണമെങ്കിൽ അവിടെ എന്താണ്, ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഉണ്ടാകണം. ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആണ് ഫുൾ എംപ്ലോയ്മെന്റിലേക്ക് എത്തിക്കാൻ സാധിക്കത്തുള്ളൂ. നെക്സ്റ്റ് വൺ, ഗവൺമെന്റ് ഇന്റർവെൻഷൻ. ഓൾറെഡി നമ്മൾ പറഞ്ഞു തന്നെ, ഇഫ് ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഫോളിംഗ് ഷോർട്ട് ഓഫ് അഗ്രിഗേറ്റ് സപ്ലൈ, in Keynesian system, the government should increase its spending. Thus, in the Keynesian system, government has a active and important role in the economy. If there is a large scale unemployment in the economy, government should create jobs through investment in productive activities. If inflation is high, government should adhere to restrict policies to reduce the level of aggregate demand. അപ്പോൾ ഗവൺമെന്റിന് എന്താണ്, വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട്. എക്കോണമിയിൽ അഗ്രഗേറ്റ് ഡിമാൻഡ് ഫോളോ ചെയ്യുന്നു, അഗ്രഗേറ്റ് സപ്ലൈനെ അപേക്ഷിച്ച് അഗ്രഗേറ്റ് ഡിമാൻഡ് കുറയുവാണെങ്കിൽ ഈ അഗ്രഗേറ്റ് ഡിമാൻഡിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആവശ്യമാണ്. ഇങ്ങനെയുള്ള സമയത്ത് അഗ്രഗേറ്റ് ഡിമാൻഡിനെ ബൂസ്റ്റ് ചെയ്യാൻ ഗവൺമെന്റ് എന്ത് ചെയ്യണം, കൂടുതൽ സ്പെൻഡ് ചെയ്യണം. അപ്പൊ ഈ സ്പെൻഡിങ്ങിലൂടെ അഗ്രഗേറ്റ് ഡിമാൻഡിനെ അവർക്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല, നേരെ ഓപ്പോസിറ്റ്, എക്കോണമിയിൽ ഇൻഫ്ലേഷൻ വളരെ ഹൈ ആണ്. ഇൻഫ്ലേഷൻ ഹൈ എന്ന് പറഞ്ഞാൽ ആളുകളുടെ എല്ലാം പൈസ ഉണ്ട്, അഗ്രഗേറ്റ് ഡിമാൻഡ് വളരെ കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അഗ്രഗേറ്റ് സപ്ലൈ ആണ് ഷോർട്ട് ആയിട്ട് വരിക. അങ്ങനത്തെ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം, ഗവൺമെന്റിന്റെ പോളിസീസിനെ റെഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഗവൺമെന്റ് സ്പെൻഡിങ് റെഡ്യൂസ് ചെയ്ത് ടാക്സ് റേറ്റ് ഹൈക്ക് ചെയ്തുകൊണ്ട് ഇൻഫ്ലേഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പം
ഈ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഉണ്ടാകുന്നത് ഈ അഗ്രഗേറ്റ് സപ്ലൈയും അഗ്രഗേറ്റ് ഡിമാൻഡും തമ്മിൽ ഉണ്ടാകുന്ന ഈ മിസ്മാച്ചിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവിടെ ഗവൺമെന്റിന് ഒരു റോൾ ഉള്ളത്. ഗവൺമെന്റിന്റെ ഒരു ആക്റ്റീവ് റോൾ തന്നെ ഇവിടെ ആവശ്യമാണ്. അപ്പൊ അഗ്രഗേറ്റ് ഡിമാൻഡിൽ ഉണ്ടാകുന്ന ഷോർട്ടേജ് കറക്റ്റ് ചെയ്യുകയാണ് മേജർ, അല്ലെങ്കിൽ അഗ്രഗേറ്റ് ഡിമാൻഡിൽ ഉണ്ടാകുന്ന മിസ്മാച്ച് എന്ത് ചെയ്യുക, അഗ്രഗേറ്റ് സപ്ലൈയിലും ഡിമാൻഡിൽ ഉണ്ടാകുന്ന മിസ്മാച്ച് കറക്റ്റ് ചെയ്യേണ്ടത് ആരാണ്? ഗവൺമെന്റ് ആണ് അത് കറക്റ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, aggregate supply curve and short run focus. According to the classical economics, aggregate supply curve is vertical. The classical economics, however, were referring to the long run situation. According to Keynes, short run is also important. In the short run, aggregate supply curve is horizontal if the available resources in the economy are underutilized. An implication of the above is that increase in the aggregate demand will result in increase in the output without increasing policies. Keynes was less interested in the long run. In his famous quote, in the long run we all are dead. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട്സ് പറയുന്ന അഗ്രഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? ഒരു വെർട്ടിക്കൽ അഗ്രഗേറ്റ് സപ്ലൈ കർവ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആണ്. കാരണം എന്താണ്? ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം ആണ്. ആ ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയത്തിലെ ഒരു എക്കോണമിയുടെ പൊട്ടൻഷ്യൽ കപ്പാസിറ്റി ഫുള്ള് എന്ത് ചെയ്യുക, യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെർട്ടിക്കൽ ആയിട്ടാണ് അഗ്രഗേറ്റ് സപ്ലൈ കർവ്. അത് ലോങ് റണ്ണിലാണ് നമ്മുടെ എക്കോണമിയുടെ പൊട്ടൻഷ്യൽ ഔട്ട്പുട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാം. ഇനി ഷോർട്ട് റണ്ണിനെ കുറിച്ചാണ് ആര് ഫോക്കസ്ഡ് ആയിട്ടുള്ള? കെയ്ൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള. അപ്പൊ ഷോർട്ട് റണ്ണിൽ അഗ്രഗേറ്റ് സപ്ലൈ കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൊറിസോണ്ടൽ ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അഗ്രഗേറ്റ് സപ്ലൈ കർവ് ക്ലാസിക്കൽ പോയിന്റ് ഓഫ് വ്യൂല് ലോങ് റണ്ണില് വെർട്ടിക്കൽ ആണ്. കെയ്ൻസ് ഷോർട്ട് റണ്ണിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സപ്ലൈ കർവ്, അഗ്രഗേറ്റ് സപ്ലൈ കർവ് എന്താണ്? ഹൊറിസോണ്ടൽ ആണ്. അപ്പൊ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള അഗ്രഗേറ്റ് സപ്ലൈ കർവിനെയാണ് കെയ്ൻസ് പ്രൊപ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ മൾട്ടിപ്ലയർ എഫക്ട്. കെനീഷ്യൻ സ്കൂൾ ഓഫ് തോട്ടിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് എന്ത്? മൾട്ടിപ്ലയർ എഫക്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. കെയ്ൻസ് ഹൈലൈറ്റഡ് ദാറ്റ് ആൻ ഇനിഷ്യൽ ഇൻക്രീസ് ഇൻ ദ സ്പെൻഡിങ് can lead to a large increase in the economic activity due to the ripple effect of spending. അപ്പൊ ഒരു എക്കോണമിയിൽ ഇനിഷ്യൽ ഉണ്ടാകുന്ന ഒരു സ്പെൻഡിങ് അല്ലെങ്കിൽ ഇനിഷ്യൽ ഉണ്ടാകുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? വളരെ വലിയ ഇമ്പാക്ട് അവിടുത്തെ നാഷണൽ ഔട്ട്പുട്ടിലോ അല്ലെങ്കിൽ നാഷണൽ ഇൻകത്തിലോ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മൾട്ടിപ്ലയർ എഫക്ട് എന്ന് വിളിക്കുക. അപ്പം എന്താണ് മൾട്ടിപ്ലയർ എഫക്ട് വഴി? എന്താണ് ആദ്യം ഗവൺമെന്റ് സ്പെൻഡിങ്ങോ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്പെൻഡിങ്ങിലോ അല്ലെങ്കിൽ ഇനിഷ്യലി ഉണ്ടാകുന്ന ഒരു ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റോ എക്കോണമിയിൽ വളരെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നാഷണൽ ഇൻകത്തിൽ വളരെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ മൾട്ടിപ്ലയർ എഫക്ട്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയറെ കുറിച്ചും എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയറിനെ കുറിച്ചും ഒക്കെ പല മൾട്ടിപ്ലയറിനെ കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ ഏതാണ്? ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി. The Keynes introduced the concept of liquidity preference, the desire to hold cash, to explain interest rate determination in contrast to the classical loanable fund theory. അപ്പൊ ക്ലാസിക്കൽ ലോണബിൾ ഫണ്ട് തിയറിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ ഫാക്ടർ പ്രൈസ് തിയറീസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ലോണബിൾ ഫണ്ട് തിയറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം അവിടെ ക്വാണ്ടിറ്റി തിയറിയിലും അല്ലെങ്കിൽ ലോണബിൾ ഫണ്ട് തിയറിയിലും, ലോണബിൾ ഫണ്ട് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോണബിൾ ഫണ്ടിന്റെ സപ്ലൈയും ഡിമാൻഡിനെയും ബേസ് ചെയ്തിട്ടാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ കെയ്ൻസ് പറയുന്ന ലിക്വിഡിറ്റി പ്രിഫറൻസ്, മണീനെ ഹോൾഡ് ചെയ്യാൻ ആളുകൾക്ക് പല മോട്ടീവ്സ് ഉണ്ട്. ട്രാൻസാക്ഷൻ മോട്ടീവ്, പ്രിക്കോഷണറി മോട്ടീവ്, സ്പെക്കുലേറ്റീവ് മോട്ടീവ്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് അവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുന്നത്? അവിടെ എക്കോണമിയിൽ ഡിറ്റർമിൻ ചെയ്യുക. അപ്പൊ ലിക്വിഡിറ്റി പ്രിഫറൻസ് എന്ന് പറയുന്ന ഒരു തിയറി കെനീഷ്യൻ സ്കൂളിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഡിപ്പെൻഡ്സ് ഓൺ എക്സ്പെക്ടേഷൻസ്. അപ്പം ഇതിനു മുമ്പുണ്ടായിരുന്ന ക്ലാസിക്കൽ സ്കൂൾസിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത, ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് കുറയുന്നു. ഈ ഒരു ഐഡിയ ആയിരുന്നു. കെയ്ൻസ് ഇവിടെ എന്താണ് പുതിയൊരു പെർസ്പെക്റ്റീവ് ആഡ് ചെയ്യാണ്. ഇൻവെസ്റ്റ്മെന്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ എക്സ്പെക്ടേഷൻസിന് കാര്യമായ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ആളുകളുടെ എമോഷൻ, അതിനെയാണ് കെയ്ൻസ് ആനിമൽ സ്പിരിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ആനിമൽ സ്പിരിറ്റ് എന്ന് പറയുന്നത് എന്താ? ഓരോ ഇൻഡിവിജ്വൽസിന്റെയും എമോഷൻസ്, അവരുടെ പോയിന്റ് ഓഫ് വ്യൂ, അവരുടെ പെർസ്പെക്റ്റീവ്സ്, അവരുടെ എക്സ്പെക്ടേഷൻസ്, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ മാർജിൻ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റലും മാർജിൻ എഫിഷ്യൻസി ഓഫ് ഇൻവെസ്റ്റ്മെന്റും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമല്ല, ഇതുപോലുള്ള എക്സ്പെക്ടേഷൻസും എമോഷൻസും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവെസ്റ്റ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ആനിമൽ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയയും ആരുടെയാണ്? കെയ്ൻസിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ എന്താണ്? പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്. എൻകറേജിങ് സേവിംഗ് ഡ്യൂറിങ് എ ഡൗൺ ടേൺ മേ actually reduce the total demand, thus worsening the recession. അപ്പൊ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട്സ് മുതലുള്ള ഐഡിയ ആണ് സേവിങ് കൂടുമ്പോൾ അതെന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ആയി മാറും.
അപ്പൊ സേവിങ്സ് എക്കോണമിക്ക് എല്ലായ്പ്പോഴും പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷെ കെയ്ൻസ് പറയുന്ന ഒരു ഡൗൺ ടേൺ അല്ലെങ്കിൽ ഒരു എക്കണോമിക് റിസഷൻ സമയത്ത് കൂടുതൽ ആൾക്കാർ പിന്നെ സേവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അതെന്താണ്, ആ റിസഷനെ വേഴ്സൺ ചെയ്യത്തേ ഉള്ളൂ. അപ്പം ഈ പാരഡോക്സ് ത്രിഫ്റ്റ് എന്ന് പറയുന്ന ഐഡിയയില് സേവിങ്ങിന്റെ നെഗറ്റീവ് സൈഡിനെയാണ് കാണിക്കുക കെയ്ൻസ്. അപ്പം എക്കണോമിക് ഡൗൺ ടേൺ അല്ലെങ്കിൽ ഒരു എക്കണോമിക് റിസഷൻ സംഭവിക്കുന്ന സമയത്ത് ആളുകൾ പിന്നെയും കൂടുതൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്പെൻഡിങ് ഉണ്ടാകുന്നില്ല. സ്പെൻഡിങ് ഉണ്ടായാൽ മാത്രമാണ് എക്കണോമി എന്ത് ചെയ്യുക, റിക്കവർ ചെയ്യാൻ സാധിക്കുക. അപ്പം ഈ പാരഡോക്സ് ത്രിഫ്റ്റ് എന്ന് പറയുന്ന ഒരു തിയറി കെയ്ൻസ് പ്രൊപ്പോണ്ട് ചെയ്തതാണ്. ദെൻ മണി ഈസ് നോട്ട് ന്യൂട്രൽ ഇൻ ദി ഷോർട്ട് റൺ. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ മണി ന്യൂട്രൽ അല്ല, മണി ഈസ് നോട്ട് ന്യൂട്രൽ. മണി ന്യൂട്രാലിറ്റി ആണ് ക്ലാസിക്കൽസ് പറയുന്നത്. ഷോർട്ട് റണ്ണില് മണി എന്താണ്, മണി സപ്ലൈസിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് ഇൻട്രസ്റ്റ് റേറ്റിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഈ ഇൻട്രസ്റ്റ് റേറ്റിനെ അഫക്ട് ചെയ്യുമ്പോൾ അതെന്താണ്, ഇൻട്രസ്റ്റ് റേറ്റിനെയും അഗ്രഗേറ്റ് ഡിമാൻഡിനെയും അതുപോലെ ഔട്ട്പുട്ടിനെയും എംപ്ലോയ്മെന്റിനെയും അത് അഫക്ട് ചെയ്യുന്നു. അപ്പൊ ഷോർട്ട് റണ്ണിൽ മണി എന്തല്ല, ന്യൂട്രൽ അല്ല. മേ ബി ലോങ് റണ്ണിലായിരിക്കും. അതിനെക്കുറിച്ച് കെയ്ൻസ് എന്താണ് ബോധേഡ് അല്ലായിരുന്നു. കെയ്ൻസ് ഷോർട്ട് റണ്ണിനെ കുറിച്ചാണ് കൂടുതൽ ബോധേഡ് ആയത്. അപ്പം ക്ലാസിക്കൽസ് പറഞ്ഞത് തെറ്റാണ്. മണി ഈസ് നോട്ട് ന്യൂട്രൽ ഓൾവേസ്. മണി എന്താണ്, നോൺ ന്യൂട്രൽ ആണ് ഷോർട്ട് റണ്ണില്. ഷോർട്ട് റണ്ണില് മണി സപ്ലൈ നമ്മൾ ISLM ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. മണി LM കർവ് എന്താണ്, മണി സപ്ലൈ കൂടുമ്പോൾ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് റെഡ്യൂസ് ചെയ്യണം. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് അത് ബൂസ്റ്റ് ചെയ്യും. ഇൻവെസ്റ്റ്മെന്റ് ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അഗ്രഗേറ്റ് ഡിമാൻഡും ഔട്ട്പുട്ടും എംപ്ലോയ്മെന്റും അത് റൈസ് ചെയ്യും. അപ്പം ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, മണി റിയൽ വേരിയബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിനെയും എംപ്ലോയ്മെന്റിനെയും ഔട്ട്പുട്ടിനെ അഫക്ട് ചെയ്തിരിക്കുക. അപ്പം നേരത്തെ അവിടെ പറഞ്ഞ പോലെ മണി ന്യൂട്രാലിറ്റി അല്ല, അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡൈക്കോട്ടമിയാണ് ക്ലാസിക്കൽസ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്, നോമിനൽ സൈഡും റിയൽ സൈഡും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന്. പക്ഷെ ഇവിടെ എന്താണ്, ഈ ക്ലാസിക്കൽ ഡൈക്കോട്ടമിനെയും മണി ന്യൂട്രാലിറ്റിനെയും കംപ്ലീറ്റ്ലി കെയ്ൻസ് റിജക്ട് ചെയ്തു. എങ്ങനെയാണ്, മണി ഇൻട്രസ്റ്റ് റേറ്റിനെ അഫക്ട് ചെയ്യുന്നു. ത്രൂ ഇൻട്രസ്റ്റ് റേറ്റ് ഇത് എന്തിനെ അഫക്ട് ചെയ്യും, ഇൻവെസ്റ്റ്മെന്റിനെയും ഔട്ട്പുട്ടിനെയും എംപ്ലോയ്മെന്റിനെയും അഫക്ട് ചെയ്യുന്നു. അപ്പം ഇത്രയും ആയിട്ടുള്ള മേജർ പോയിന്റ് ആണ് നമ്മൾ കണ്ടത്. മണി എന്തല്ല, ന്യൂട്രൽ അല്ല. മണി ഒരിക്കലും ന്യൂട്രൽ അല്ല. അതായത് ഷോർട്ട് റണ്ണില് മണി എന്താണ്, ഔട്ട്പുട്ടിനെ എംപ്ലോയ്മെന്റിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് എന്താണ്, ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് റിഗ്രസീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ കൂടുതലും ഏതാണ്, ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പഠിക്കേണ്ടതാണ്. അപ്പൊ കെയ്ൻസിന്റെ ഒരു മേജർ ഐഡിയ ആണ് റിഗ്രസീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ്. നമ്മൾ ന്യൂ ക്ലാസിക്കൽസ് വരുമ്പോൾ റാഷണൽ എക്സ്പെക്ടേഷൻസ് ഡിസ്കസ് ചെയ്യും. മോണിറ്ററിസം പഠിക്കുമ്പോൾ നമ്മൾ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഡിസ്കസ് ചെയ്യും. ഇപ്പൊ കെനീഷ്യൻ സ്കൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് റിഗ്രസീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. Regressive expectations refers to the belief or assumption that variable will return to a long-term average or past trend rather than continue in the current direction. In the simpler terms, people with regressive expectation believe that if something goes up, it will eventually come back down and vice versa. അതായത് ഇവിടെ പറയുന്ന റിഗ്രസീവ് എക്സ്പെക്ടേഷനിൽ പറയുന്നത് ഒരു പർട്ടിക്കുലർ വേരിയബിൾ, ഞാനിപ്പോ ഇൻട്രസ്റ്റ് റേറ്റ് ആയിക്കോട്ടെ, ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യുന്നു, കറന്റ്ലി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പം ആളുകളുടെ എക്സ്പെക്ടേഷൻ എന്താണ്, റിഗ്രസീവ് എക്സ്പെക്ടേഷൻസ് ആണെങ്കിൽ അവിടെ ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പൊ കറന്റ്ലി സംഭവിച്ചിരിക്കുന്ന ഡയറക്ഷനിൽ നിന്ന് അത് തിരിച്ചെന്തായാലും താഴേക്ക് വരും. എങ്ങനെയാ, അതിന്റെ ഒരു ലോങ് ടേം ട്രെൻഡിലേക്ക് അത് തിരിച്ചു വരും. ഇപ്പം വളരെ ഹൈ ആണെങ്കിൽ അതെന്താണ്, താമസിക്കാതെ തന്നെ താഴേക്ക് വരും. ഇനി നേരെ തിരിച്ച് ഏറ്റവും ലോ ആണ്, താഴേക്ക് പോയിക്കൊണ്ടിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോഴും ആളുകളുടെ എക്സ്പെക്ടേഷൻ എന്താണ്, ഇത് ലോങ് ടേം ട്രെൻഡിലേക്ക് തിരിച്ചു വരും, തിരിച്ച് മേളിലേക്ക് വരൂ എന്നുള്ള എക്സ്പെക്ടേഷൻ. അതായത് ഒരു പർട്ടിക്കുലർ വേരിയബിൾ കറന്റ്ലി ഒരു ഡയറക്ഷനിലോട്ട് ഒരുപാട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് താമസിക്കാതെ തന്നെ അതിന്റെ ഒരു ലോങ് ടൈം ട്രെൻഡിലേക്ക് തിരിച്ചു വരും. ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതെന്താണ്, താഴോട്ട് വരും. ഒരുപാട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ മുകളിലേക്ക് വരും. അതാണ് ഈ റിഗ്രസീവ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. അവിടെ ഒന്നുകൂടെ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആണ്. റിഗ്രസീവ് എക്സ്പെക്ടേഷൻ refers to the belief or assumption that variable will return to long-term average or past trend rather than continue in the current direction. In simpler terms, people with regressive expectation believe that if something goes up, it will eventually come back down and vice versa. The regressive expectation hypothesis is primarily associated with Keynesian economics. It's a key component of the Keynesian theory of money demand, specifically the speculative demand for money, where people hold money when they expect interest rate to rise and bond price to fall. നമ്മൾ ഡിമാൻഡ് ഫോർ മണി ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനെ കുറിച്ചൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യാം. നിങ്ങൾ തൽക്കാലം എന്ത് മാത്രം അറിഞ്ഞിരിക്കുക, ഈ റിഗ്രസീവ് എക്സ്പെക്ടേഷൻ എന്താണെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. അപ്പം കെനീഷ്യൻ സ്കൂൾ ഓഫ് തോട്ടിന്റെ ഒരു എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് ആണ് റിഗ്രസീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ്. അപ്പൊ ഇവിടെ എന്താ, ഒരു പർട്ടിക്കുലർ വേരിയബിളിന്റെ കറന്റ് ഡയറക്ഷനിൽ നിന്ന് അത് ലോങ് ടേം ട്രെൻഡിലേക്ക് തിരിച്ചു വരും എന്നുള്ള എക്സ്പെക്ടേഷൻ. കറന്റ് ട്രെൻഡ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണെങ്കിൽ അത് തിരിച്ച് താഴേക്ക് വരും. കറന്റ് ട്രെൻഡ് എന്ന് പറയുന്നത് താഴെയാണെങ്കിൽ അത് തിരിച്ച്
മുകളിലേക്ക് വരും എന്നുള്ള ആ ഒരു എക്സ്പെക്ടേഷനെയാണ് നമ്മൾ എന്ന് വിളിക്കുക റിഗ്രസീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് എന്ന് വിളിക്കുക. അപ്പം ഇത്രയുമാണ് മേജർ 11 മേജർ പോയിന്റുകളാണ് നമ്മൾ ഈ കെനീഷ്യൻ സ്കൂൾ ഓഫ് തോട്ടിന്റെ മേജർ ഫീച്ചേഴ്സ് ആയിട്ട് എടുക്കുക. ഫസ്റ്റ് വൺ, ഡിമാൻഡ് ക്രിയേറ്റ്സ് ഇറ്റ്സ് സപ്ലൈ, ദെൻ റിജിഡിറ്റി ഇൻ പ്രൈസ് ആൻഡ് വേജസ്, അൺഎംപ്ലോയ്മെന്റ് ഇൻ ദി എക്കോണമി, ഗവൺമെന്റ് ഇന്റർവെൻഷൻ, ദെൻ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് എന്താണ് ഹൊറിസോണ്ടൽ ആണ് ഷോർട്ട് റണ്ണില്, ദെൻ ഷോർട്ട് റൺ ഫോക്കസ് ആണ് മൾട്ടിപ്ലയർ എഫക്ട്, ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി, ഇൻവെസ്റ്റ്മെന്റ് ഡിപ്പെൻഡ്സ് ഓൺ എക്സ്പെക്ടേഷൻ, ആനിമൽ സ്പിരിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പാരഡ് ഓഫ് ത്രിഫ്റ്റ് കെനീഷ്യൻ സ്കൂൾ ഓഫ് തോട്ടിന്റെ ഐഡിയ ആണ്, ദെൻ മണി ഈസ് നോട്ട് ന്യൂട്രൽ ഇൻ ഷോർട്ട് റൺ, മണി എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് വഴി റിയൽ വേരിയബിൾസിനെ അഫക്ട് ചെയ്യുന്നുണ്ട്, റിഗ്രസീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ്. ഇത്രയും പോയിന്റുകൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കുക മേജർ ആയിട്ടുള്ള കെനീഷ്യൻ സ്കൂളിന്റെ ഫീച്ചേഴ്സ് ആണ്. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് കെയ്ൻസിന്റെ മേജർ വർക്കുകളാണ്. നമുക്ക് എല്ലാവർക്കും ജനറലി അറിയാവുന്നത് ഏതാണ് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി 1936 വർക്ക് മാത്രമാണ്. മറ്റ് 4 വർക്കുകളൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. റീസെന്റ് എക്സാംസിനൊക്കെ ഒരുപാട് ക്രോണോളജിക്കൽ ആയിട്ട് വർക്കുകൾ ചോദിക്കാറുണ്ട്. ഫസ്റ്റ് വൺ, ദ എക്കണോമിക് കോൺസിക്വൻസസ് ഓഫ് പീസ് 1919 പബ്ലിഷ് ചെയ്യുന്നത്. ദെൻ എ ട്രീറ്റസ് ഓൺ പ്രോബബിലിറ്റി 1921 എ ട്രാക്ട് ഓൺ മോണിറ്ററി റിഫോംസ് 1923 ആണ്, എ ട്രീറ്റസ് ഓൺ മണി 1930, ദെൻ അവസാനമായിട്ട് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി 1936. അപ്പൊ ഇത്രയും 5 വർക്കുകളാണ് മേജർ ആയിട്ട് കെയ്ൻസിനുള്ളത്. അപ്പൊ നമുക്ക് കെനീഷ്യൻ സ്കൂൾസിന്റെ ഐഡിയാസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് 1936 ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി ആണ്. പല എക്സാംസിനും നമുക്ക് ഈ പറയുന്ന ട്രാക്ട് ഓൺ മോണിറ്ററി റിഫോംസിനെ കുറിച്ചൊക്കെ ക്രോണോളജി ക്വസ്റ്റ്യൻസിൽ തന്നിട്ടുണ്ട്. അപ്പൊ ആ പേരുകളോട് ഒന്ന് അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് വൺ, ദ എക്കണോമിക് കോൺസിക്വൻസ് ഓഫ് പീസ് 1919, then a treatise on probability 1921, a tract on monetary reforms 1923, then a treatise on money 1930. അപ്പൊ ഈ വർക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ നേരത്തെ ഫീച്ചേഴ്സ് പഠിച്ച പോലെ അല്ലെങ്കിൽ കാറ്റസിക്സുകൾ പഠിച്ച പോലെ തന്നെ കെയ്ൻസിന്റെ മേജർ ആയിട്ടുള്ള വർക്കുകളും അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ മറ്റ് സ്കൂൾ ഓഫ് തോട്ട്സിന്റെ മേജർ ഫീച്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. താങ്ക് യു.